കുട്ടികളെ, ഈ സ്ഥലത്ത് നമ്മൾ സ്പോർട്സ് സെന്ററും നമ്മുടെ സയൻസ് ലാബും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സാർ ഞാൻ സ്പോർട്സ് സെക്ഷനും പിന്നെ സയൻസ് ലാബിനും വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ വേണമെങ്കിലും എല്ലാം ഞാൻ ഡൊണേറ്റ് ചെയ്യാം. കാരണം എന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. താങ്ക്സ് ബണ്ടി. പക്ഷെ നമ്മുടെ സ്കൂളിന് ആരുടെ ഡൊണേഷനും ആവശ്യമില്ല. സാർ ഞാൻ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിഷമിക്കണ്ട സാർ. എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശുണ്ട്. വീർ, നീ സ്കൂളിന് എന്താ നൽകാൻ പോകുന്നത്? നിനക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നീ സ്കൂളിൽ നിന്നല്ലേ ഓരോ കാര്യങ്ങളും ചോദിച്ചു വാങ്ങിക്കുന്നത്. ബണ്ടി, നീ ഇപ്പൊ തന്നെ വീറിനോട് സോറി പറയാ. പക്ഷേ സാർ, അത് അവൻ എന്നെ... നീ ആരെയും ഒരിക്കലും ഇങ്ങനെ അപമാനിക്കരുത്. സോറി വീർ. എന്റെ വീറിനെ നീ കളിയാക്കായിരുന്നല്ലേ? ഇപ്പൊ തന്നെ നിന്നെ ഞാൻ വക വരുത്താം, നോക്കിക്കോ. അകിടം ഫക്കിടം ആലം ഫാലം ഇകിടം ദികിടം ദം ദമാദം. ബണ്ടി, ഞാനൊരു കാര്യം കേട്ടല്ലോ. നിന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലേ? എന്നെ ഒന്ന് റിപ്പയർ ആക്കി തരുവോ? ഇതാരാ സംസാരിച്ചത്? ആരാ എന്നോട് കളിക്കുന്നത്? ഭൂതം. എവിടെയാണുള്ളത് ഭൂതം? അവിടെ ആ ചുമരില്. നീ ഡസ്റ്റ്ബിൻ അല്ലേ? നീ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്നെയും കൂടി ഒന്ന് പുതിയതാക്കി മാറ്റ്. അത് തന്നെ എന്റെ അച്ഛൻ്റെ പൈസ ഒന്നുമില്ല. എന്നെ അങ്ങ് വിട്ടേക്ക്. സോറി, ഞാൻ അങ്ങനെ പറയില്ല. ചെവിക്കുന്നുള്ളിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന് നീ സോറി പറയണം. അത് ആദ്യം ചെയ്തിട്ട് പോ. എന്താ മനസ്സിലായോ? വേഗം പോ. സോറി. എന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് കാശ് ഇല്ല. കാശില്ല. സോറി. ബണ്ടി, നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? സാർ, ഭൂതങ്ങളൊക്കെ എന്റെ പിന്നാലെ വന്നോണ്ടിരിക്കുക. ഡസ്റ്റ്ബിൻ പോലും എന്റെ പിന്നാലെ വന്നോണ്ടിരിക്കുക. അവന് പോലും മനസ്സിലായി, അതായത് എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശുള്ള കാര്യം. ബണ്ടി, നിനക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് മോനെ. നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. ഡോക്ടറെ കണ്ടൊന്ന് ചെക്കപ്പ് നടത്ത്. ചെല്ല്. താങ്ക് യു സാർ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ബണ്ടി. അയ്യോ, എന്റെ അമ്മച്ചി. കുട്ടികളെ, ഫസദ് ഗഞ്ചിൽ ഗോ കാർട്ട് പാർക്ക് തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഗോ കാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ അവർ തന്റെ ഗോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോ കാർട്ട് റേസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം എന്റെ അടുത്ത് പേര് തരേണ്ടതാണ്. സാർ ഞാനുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സാർ. തീർച്ചയായും ഞാൻ ഫസ്റ്റ് വരും. ഞാൻ എന്റെ ഗോ കാർട്ട് നല്ലപോലെ ഓടിക്കും. വണ്ടി, ഗോ കാർട്ട് വളരെ കോസ്റ്റ്ലി ആണ്. അതൊന്നും സാധാരണ കാറല്ല. അതുകൊണ്ട് അവർ എല്ലാവർക്കും കാർ നൽകുന്നുണ്ട്. എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശുണ്ട്. അദ്ദേഹം എനിക്ക് ഒരു പുതിയ ഗോ കാർട്ട് വാങ്ങിച്ചു തരും. ഓക്കെ. ഏതൊക്കെ കുട്ടികൾ ഗോ കാർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു? അവർ പേര് കൊടുത്തോളൂ. സാർ, ഞാനും എമിലിയും ഈ ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. വേറെ ആരെല്ലാമാണ് ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെല്ലാം കൈയൊന്ന് പൊക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല അച്ഛൻ നിങ്ങളാണ്. ഐ ലവ് യു അച്ഛാ. ഞാൻ വളരെ ലക്കിയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ അച്ഛനായി കിട്ടിയത്. സുഖിപ്പിച്ചത് മതി ബണ്ടി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. നീ കാര്യം പറ. അച്ഛാ, എനിക്കൊരു ഗോ കാർട്ട് വേണം. അതിനെന്താ നീ മേടിച്ചോ? എന്താ ഗോ കാർട്ടോ? പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പ്രിയപ്പെട്ട അച്ഛനല്ലേ? പ്ലീസ് അച്ഛാ, നല്ല അച്ഛനല്ലേ? പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പൊന്നച്ഛനല്ലേ? എനിക്കൊരു ഗോ കാർട്ട് വാങ്ങിച്ചാ. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഞാൻ ആ ഗോ കാർട്ട് റേസിൽ ഫസ്റ്റ് വരണം. അതിനു വേണ്ടിട്ടാ. ഓ യങ് ബോയ്, ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. അവന് നിങ്ങളെ ഒരു ഗോ കാർട്ട് വാങ്ങി കൊടുത്തേക്ക്. ഈ ഓൾഡ് മാനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഒരു കുട്ടിയും ഇത്ര കോസ്റ്റ്ലി ആയ കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. ഞാനുണ്ടല്ലോ ഒരു ഗോ കാർട്ട് കമ്പനിയുടെ ഓണറാണ്. നിങ്ങളുടെ മകൻ പറഞ്ഞ ഗോ കാർട്ട് റേസിന് വേണ്ടിയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ യങ് ആൻഡ് ബ്രില്യന്റ് ആയ കുട്ടിക്ക് പുതിയൊരു ഗോ കാർട്ട് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ റേസിന് ശേഷം നിങ്ങൾ അത് എനിക്ക് തന്നെ തിരികെ കൊണ്ട് തരേണ്ടതാണ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു. സോ നാളെ ഞാൻ ആ ഗോ കാർട്ട് റേസിൽ
പുതിയ ഒരു ഗോകാട്ടുമായി എത്തുന്നതായിരിക്കും. Then നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ആളെ കാണാൻ ടിംബക്ടുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലേ എമിലി? യെസ്, യു ആർ റൈറ്റ്. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ ഗോകാർട്ട് റെഡിയാക്കേണ്ടി വരും എമിലി. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഗോകാട്ടിൽ എപ്പോഴും ഒരു സീറ്റല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ 2 സീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇത്ര തടിച്ചു കൊടുത്ത എലിയോ? ലുക്ക് ഡെലീഷ്യസ്. മോന വേണ്ട, അതിനെ പിടിക്കരുത്. നിനക്കതിനെ പിടിക്കാൻ സാധിക്കില്ല. മോന അരുത്, വേണ്ട, നിൽക്ക്, അതിനെ വിട്ടേക്ക്. മോന, ഞാൻ പറയുന്നത് നീ കേൾക്കില്ലല്ലേ? മോന, നിനക്ക് ആ എലിയെ പിടിക്കാൻ സാധിക്കില്ല. വിട്ടേക്ക്. എന്റെ പല്ല് പോയി. ഈ നശിച്ച എലി കാരണം എന്റെ പല്ല് മൊത്തം പോയി. അത് സാധാരണ എലിയല്ല, ഒരു റോബോ എലിയാണ്. നിനക്ക് പോലും അതിനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ വീറിനും അതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാനിങ്ങനെ ഒരുപാട് റാറ്റ് റോബോട്ട്സിനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഈ എലികളെല്ലാം വീറിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വയറുകളെല്ലാം വലിച്ചു കീറുന്നതാണ്. അതിനുശേഷം വീർ ക്ലോസ്. വീറിന് പോലും അതറിയില്ല. അവന്റെ കഥ കഴിയുന്ന സമയം അവന് പോലും അറിയില്ല. പക്ഷെ ബാക്കിയുള്ള എലികളൊക്കെ എവിടെയാണ് ബോസ്? അവർക്കൊക്കെ എങ്ങനെയാണ് വീറിനെ തിരിച്ചറിയാൻ കഴിയുക ബോസ്? ഗുഡ് ക്വസ്റ്റ്യൻ. ദാ കണ്ടോളൂ, ഞാൻ ഈ റാറ്റ് റോബോട്ടിൽ നിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള എല്ലാ റാറ്റ്സിലും നിന്റെ ഫോട്ടോ ട്രാൻസ്ഫർ ആവാൻ പോവുകയാണോ? ആരുടെ ഫോട്ടോയാണോ ഇതിനകത്തുള്ളത് അവനാണ് അവരുടെ ടാർഗറ്റ്. ഇനി എന്റെ കളി കണ്ടോളൂ. ബോസ്, ബോസ്, ഈ എലികളെല്ലാം എന്റെ പുറകെ വരുന്നു ബോസ്. രക്ഷിക്കണേ, ഇതിനെല്ലാം വീടിന്റെ പുറകെ അയച്ചു ബോസ്. I am glad. ടിംബക്ടോ, നീ ഇത് കണ്ടോ? എന്റെ സ്പെഷ്യൽ ബൈക്ക്. ഇതിന്റെ പേരെന്താണെന്നറിയോ? മാഡ് ബൈക്ക്. ഇതിനെങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്താണുള്ളത് ബോസ്? വീർ ഇതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ വേണ്ട വേണ്ട, ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്ര വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എനിക്കൊരു സൈക്കിളെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? പക്ഷെ ആ വീറിന് വേണ്ടി നിങ്ങൾ മോട്ടോർ സൈക്കിൾ റെഡിയാക്കി കൊടുക്കാൻ പോവാണല്ലേ? നിങ്ങൾക്കിപ്പോ പെട്ടെന്ന് എന്താണ് പറ്റിയത് ബോസ്? നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? എടാ, ഇത് ചുറ്റിക്കറങ്ങുവാനുള്ള ബൈക്കല്ല, ഇത് അവന്റെ കഥ കഴിക്കുവാനുള്ള ബൈക്കാ. ഇത് നീ വീറിന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് വാ. അവൻ ഇതിന്റെ മുകളിൽ കയറിയിരിക്കും. ദാ ഇതുപോലെ 2 കാലും കയറ്റി വെച്ച് ഇങ്ങനെ. അപ്പോൾ അവന്റെ കാല് ഈ ഫുട് റെസ്റ്റിന്റെ മേൽ കുടുങ്ങിപ്പോകും. അവന് പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ലടാ. അവന്റെ ശരീരവും ഈ സീറ്റിൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റിൽ ഒട്ടിപ്പോകും. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? അല്ല ബോസ്, ഈ റിമോട്ട് വെച്ച് എന്ത് ചെയ്യാനാ? ആ റിമോട്ട് ഓൺ ചെയ്ത് ഞാനായിരിക്കും ഈ ബൈക്കിനെ കൺട്രോൾ ചെയ്യുക. നമ്മൾ വീഡിയോ ഗെയിം കളിക്കാറില്ലേ? വീറിനെ ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവന്റെ കഥ കഴിക്കുന്നതാണ്. ഐ എം ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എനിക്ക് ഈ വീഡിയോ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ.
എടാ ടിംബക്ടു, നീ എന്താ ചെയ്യുന്നത്? എടാ നിർത്ത, എടാ റിമോട്ട് നിർത്താൻ. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കോളാ ഈ വണ്ടിയിൽ ഇരുന്ന്. എടാ നിർത്താനാ പറഞ്ഞ ടിംബക്ടു. അതെ പുറകോട്ട് പോണോ? ഈ വണ്ടി എന്താ പുറകോട്ട് പോണത്? എടാ എടാ നിർത്താൻ. ടിംബക്ടു നിർത്ത്. ആകാശത്തൂടെ ഓടുന്നു. ഓ ടിംബക്ടു, താഴെ ഇറക്കടാ. ഓ അതേ വീണ്ടും പോകുന്നു. ടിംബക്ടു, നിന്റെ ഗെയിം അവസാനിപ്പിക്കടാ. ടിംബക്ടു. വീർ വരൂന്നേ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, എനിക്ക് എങ്ങോട്ട് വരാനും മൂടില്ല. ഓ ആ പിന്നെ എനിക്കും വിശക്കുന്നുണ്ട്. ഈടാ മാജിക് ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാജിക് പവർ ഇല്ലെങ്കിലേ നീയും പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇത് തെറ്റാ.